8 साल के बाद पुणे आ रहे हैं. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടെയുള്ള മുഖം കാണുമ്പോൾ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. आप सब क्या ले लिया, इस खुशी को देख मैं प्रभु को धन्यवाद देता हूँ. വിശേഷാൽ എൻ്റെ സഹോദരിയോട് കുടുംബത്തോട് എൻ്റെ സഹോദരനോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് ഭൂമിയിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി നല്ല ഭാഗ്യം വഹിക്കാൻ സ്തോത്രം ചെയ്യുന്നു. मेरे बहन के परिवार के साथ मिलकर प्रभु का धन्यवाद करने के लिए प्रभु ने एक ऐसा अवसर दिया, इसमें प्रभु को धन्यवाद देता हूँ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ സഹോദരൻ വളരെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് കൊടുത്ത നല്ല സൗഖ്യത്തിനായി കർത്താവ് കൊടുത്ത നല്ല ആരോഗ്യത്തിനായി കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. पिछले दिनों में हालेलुया हमारे परिवार के लोग हालेलुया कई प्रकार के दुख से हालेलुया पीड़ाओं से बीमारी से गुजरे, प्रभु ने देव सारे छुटकारे के लिए प्रभु को धन्यवाद देता हूं. കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ वचन कहता है मैं नहीं मरूंगा, मैं जीवित रहूंगा, परमेश्वर का अनुग्रह करता हूं. हालेलुया. കർത്താവിന്റെ വചനത്തെ ഓർത്ത് നാം സ്തോത്രം ചെയ്യുന്നു. प्रभु के वचन को स्मरण करके प्रभु को धन्यवाद करेंगे. പ്രിയ ദേവദാസനോട് ഒരുമിച്ച് हालेलुया ഇന്ന് പകലിൽ നിങ്ങളോട് ഒരുമിച്ച് പ്രിയ ദേവദാസനെ ശക്തിയോടെ हालेलुया ശുശ്രൂഷിക്കുന്നത് കാണുന്നത് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. आज सुबह के समय प्रभु के दास व्यक्ति ताकत से सेवकाई करते हुए देखने के लिए प्रभु ने अवसर देने में प्रभु को धन्यवाद देता हूं. എൻ്റെ നല്ല സ്നേഹിതൻ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ ജോസ് മോനോട് ചേർന്ന് हालेलुया मैं अपने भाई के समान प्यार करते हुए हालेलुया बस जोश से मिलकर പ്രിയ ആദരയോട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ ഈ ദേശത്ത് കർത്താവ് ഒരുക്കി നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. उनके भी परिवार के साथ आराधना करने के प्रभु ने अवसर दिया, प्रभु को धन्यवाद देता हूं. നിങ്ങളുടെ പാസ്റ്റർ ഹിന്ദി പഠിച്ചോ? നിങ്ങളുടെ പാസ്റ്റർ ഹിന്ദി പഠിച്ചോ? तुम्हारे हालेलुया पास्टर ने हिंदी सीखा क्या? हालेलुया हालेलुया. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ദേശത്ത് കടന്നു വരുമ്പോൾ വർഷിപ്പ് ടീമിലൊന്നും ആളില്ലാതെ വളരെ ഭാരപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. हालेलुया 3 साल पहले जब यहाँ पे आए थे वर्शिप टीम में हालेलुया गीत गाने के लिए भी लोग नहीं थे. അങ്ങനെ വളരെ ശക്തമായി हालेलुया കർത്താവിനെ ആരാധിക്കുന്ന ഒരു പറ്റം സഹോദരി സഹോദരന്മാരെ കാണുന്നത് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. प्रभु का आराधना करने के लिए प्रभु ने कुछ लोग खड़ा किया, इसलिए प्रभु को धन्यवाद. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ ശക്തമായി ഈ ദേശത്ത് हालेलुया हालेलुया ഒരു മ്യൂസിക് മിനിസ്ട്രി കർത്താവ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ, അതിനായി നിങ്ങളെ ശക്തീകരിക്കട്ടെ. प्रभु से मेरी प्रार्थना यही है कि हालेलुया देश में एक अच्छा म्यूजिक मिनिस्ट्री करने के लिए प्रभु आप लोगों को आपके कॉयर को इस्तेमाल करें. हालेलुया हालेलुया. വിശ്വാസമുള്ളവർ ചേർന്ന് ആമേൻ പറയാമോ? जो विश्वास करते हैं साथ में आमीन बोले. हालेलुया. आमीन. എൻ്റെ ഭാര്യ ജൂബി എന്നാണ് പേര്. നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. എനിക്ക് കർത്താവ് 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകിയിട്ടുണ്ട്. लोग आप मेरी पत्नी जूबी को जानते होंगे, कुछ लोगों ने देखा है. प्रभु ने मुझे 3 बच्चे दिए हैं. മൂത്ത മോളുടെ പേര് നരിയ എന്നാണ്, രണ്ടാമത്തെ മോന്റെ പേര് നദേൽ എന്നാണ്, മൂന്നാമത്തെ കുഞ്ഞിന്റെ പേര് നൈസ എന്നാണ്. हालेलुया. मेरे बाली बड़े बच्चे का नाम निया है, दूसरे का नीत है, तीसरे का नाम. നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. अब जब भी हम स्मरण करते हैं अपने प्रार्थना में याद रखें. ഒത്തിരി പുതിയ മുഖങ്ങളെ കാണുന്നതിൽ ഒത്തിരി കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. नए चेहरों को देख प्रभु का आराधना करके प्रभु मदद के प्रभु को धन्यवाद देते हैं. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഈ ദേശത്തായിരുന്നപ്പോൾ ഒരുമിച്ച് ആരാധിച്ച പലരെയും ഇന്ന് കാണുന്നില്ല. അവർ കർത്താവിൽ വിശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ വിഷമമുണ്ടെങ്കിലും ആ കുടുംബത്തെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. लोग यहाँ पे पहले आया कुछ हालेलुया ऐसे हालेलुया हमारे बुजुर्ग थे जो पिछली बार मेरे साथ आराधना किया, आज जो प्रभु में विश्राम करते हैं, लेकिन हालेलुया प्रभु हालेलुया उनके परिवारों को अच्छे से ये प्रार्थना. ഞാനൊരു മലയാളം പാട്ടിന്റെ ഒരു കോറസ് ഒന്ന് പാടാൻ ആഗ്രഹിക്കുന്നു. मैं एक मलयालम गीत का एक कोरस गाना चाहता हूँ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനന്നെ.
ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കുമായി കർത്താവിനോട് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर चलाते हुए सारे मार्गों के लिए मैं प्रभु को धन्यवाद। ഞാൻ പാടിയ പാട്ടിന്റെ അർത്ഥം ഇപ്രകാരമാണ്. मेरा गीत का मतलब ऐसा है, ഹല്ലേലൂയ. ഭൗമിക നാളുകൾ തീരും വരെ जब तक इस दुनिया में जिंदगी खत्म नहीं होता है, എന്റെ ഭാവി എന്ന കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. मेरा भविष्य मेरे परमेश्वर के हाथों में सुरक्षित। കൂരിരുണ്ട താഴ്വരയിൽ ഞാൻ അകപ്പെട്ടാലും चाहे मैं घोर अंधकार से भरी तरह ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഭദ്രമുള്ളവനാണ്. मैं परमेश्वर के हाथों में सुरक्षित हूँ। അല്പസമയത്തെ ഒരു ചെറിയ ഭാഗം ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം लूका का सुसमाचार 15-ാം അധ്യായം 15 अध्याय അതിന്റെ 1-ാമത്തെ വാക്യം. पहला वचन पढ़ना चाहता हूँ। सब चुंगी लेने वाले और पापी उसके पास आया करते थे ताकि उसकी सुने, और फरीसी और शास्त्री कुटकुलाकर कहने लगे कि यह तो पापियों से मिलता है और उनके साथ खाता भी है। അതിന്റെ 32-ാമത്തെ വാക്യം. 32 वचन के साथ पढ़ना। परंतु अब आनंद करना और न रखना चाहिए, क्योंकि यह तेरा भाई मर गया था फिर जी गया है, खो गया था अब मिल गया है। മലയാളം ഇങ്ങനെയാണ് വായിക്കുന്നത്. നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. इसलिए आनंद करना चाहिए, क्योंकि तेरा भाई जो मर गया था अभी जीवित है, जो खो गया तो उसको हमने पा लिया। ഹല്ലേലൂയ. ഈ ഒരു അധ്യായത്തിൽ एक अध्याय में 3 ഉപമകളാണ് കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. परमेश्वर ने 3 दृष्टांतों का वर्णन यहाँ पे किया है। ഈ ഉപമകളിലേക്ക് കർത്താവിന്റെ വചനം തിരിയുന്നതിന്റെ കാരണം ये दृष्टांतों के बारे में प्रभु का वचन बोलने का कारण, അതിന്റെ ആദ്യ വാക്യം നമ്മൾ വായിച്ചപ്പോൾ उसके पहले आयत में इस प्रकार देखते हैं, ഇപ്രകാരമാണ് വായിക്കുന്നത്. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ അടുക്കൽ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നിരുന്നു. वहाँ पे हम देखते हैं कि चुंगी लोग और पापी लोग परमेश्वर का वचन सुनने के लिए यीशु मसीह के पास आए। കർത്താവ് വചനം കേൾക്കുവാൻ വന്നിരുന്നവരിൽ തന്നെ കർത്താവ് പാപികളുടെ ഇടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് प्रभु के पास जो वचन सुनने के लिए आए थे, ऐसे पापियों के साथ भोजन करते हुए देखकर അവരെ പരീക്ഷന്മാരെ പിറുപിറുക്കാനിടയായി. कई फरीसी लोग यीशु मसीह के ऊपर कुड़कुड़ाने लगे। അല്ല, ഈ പരീക്ഷന്മാരെ പിറുപിറുക്കുന്നത് കണ്ടിട്ട് ये फरीसियों को कुड़कुड़ाते देखकर കർത്താവ് വളരെ വേഗത്തിൽ അത് അഡ്രസ് ചെയ്യാനിടയായി. परमेश्वर ने उसको संबोधित किया, എന്നിട്ട് ഏത് മനുഷ്യനും മനസ്സിലാകുന്ന തരത്തിൽ और कोई भी समझ सकते इस तरीके से വളരെ ലളിതമായ ഭാഷയിൽ बहुत ही सरल भाषा में 3 ഉപമകൾ പറയുന്ന ഒരു അധ്യായമാണ് നമ്മൾ വായിച്ചത്. परमेश्वर ने 3 दृष्टांतों के बारे में द्वारा उनसे ये बात किया। ഹല്ലേലൂയ. അതിന്റെ ആദ്യത്തെ ഉപമ ഇപ്രകാരമാണ്. 4-ാം വാക്യത്തിൽ चौथे आयत में पहला दृष्टांत हम देखते हैं। ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? कोई चौथा आयत पढ़ लो। उनमें से कौन है जिसकी 100 भेड़ें हो और उनमें से एक खो जाए तो 99 को जंगल में छोड़कर उस खोई हुई को जब तक मिल न जाए खोजता न रहे, और जब मिल जाती है तब वह बड़े आनंद से उसे कांधे पर उठा लेता है और घर में आकर मित्रों और पड़ोसियों को इकट्ठे करके कहता है, मेरे साथ आनंद करो क्योंकि मेरी
മതി. അതിന്റെ മലയാളം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ഒരുവർക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. यदि तुम्हें किसी के पास 100 भेड़ें हो, അതിലൊന്ന് കാണാതെ പോയാൽ यदि उसमें से एक खो जाए, അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് 99 को छोड़कर ഹല്ലേലൂയ കണ്ടെത്തുന്നത് വരെ जब तक कोई भेड़ ना मिल जाए, അതിനെ ഹല്ലേലൂയ തിരയുവാനിടയാകുന്ന ഒരു ഇടയനെ കുറിച്ചുള്ള ഒരു കഥയാണ് वे അവിടെ. उसको खोजते होते हुए कालिया चरवाई के बारे में लिखा है। ഹല്ലേലൂയ ഈ ഇടയനെ സംബന്ധിച്ച് 100 ആടുകൾ അദ്ദേഹത്തിന്റെ കൂടെ ये ഉണ്ടായിരുന്നു. चरवाई के पास 100 भेड़ें थी, 99 ഇപ്പൊ തൽക്കാലം കൂടെ ഉണ്ട്. अभी 99 साथ में है, പക്ഷെ ഒന്ന് കാണാതെ പോയി. लेकिन एक खो गया है, ഒരാളെ കാണാതെ പോയിട്ടുള്ളൂ, ഒറ്റ ആട് മാത്രമേ കാണാതെ एक ही പോയിട്ടുള്ളൂ. भेड़ खो गया है। അതുകൊണ്ടാണ് ഞാൻ ആദ്യമല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഉപമ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായ ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ഏറ്റവും സിമ്പിളായ ഭാഷയിലാണ് കർത്താവ് അത് ഉപയോഗിക്കാനിടയായത്. परमेश्वर ने जब वो दृष्टांत कहा तो बहुत ही सरल भाषा में उससे बात किया। കർത്താവിന് കൂടെയുള്ള 99 അല്ല വിഷയം, परमेश्वर को साथ होते 99 नहीं, നഷ്ടപ്പെട്ട ഒന്നാണ് കർത്താവിന് പ്രാധാന്യം. खोया वो एक के बारे में प्रभु चिंतित है। ഹല്ലേലൂയ. ഇതിനകത്ത് അടുത്ത ഒരു 8ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: 8वें आयत में से हम देखते हैं, कौन ऐसी स्त्री होगी जिसके पास 10 सिक्के हो और उनमें से एक खो जाए तो वो दिया बांधकर और घर घाट पहुंचकर जब तक मिल न जाए जी लगाकर खोजती न रहे. മതി. അതിനാൽ ഇങ്ങനെയാണ്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, एक स्त्री के पास 10 सिक्के थे, 10ൽ 1 കാണാതെ പോയി. 10 में से एक खो गए। ഹല്ലേലൂയ. അതിന്റെ അടുത്ത ഒരു കഥാഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: उसके बाद वाले दृष्टांत से कहते हैं, ഒരു അപ്പന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. एक बाप के 2 बेटे थे, അതിലെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. उसमें से छोटा जो है उड़ाव पुत्र था। നമ്മൾ ഈ 3 ഉപമകളെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ये तीनों भी दृष्टांतों के बारे में जब मनन करते हैं, ആദ്യത്തെ ഉപമയിൽ 100ൽ 1 നഷ്ടപ്പെട്ടത്. पहले इसमें 100 में से एक हो गया था, രണ്ടാമത്തെ ഉപമയിൽ 10ൽ 1 നഷ്ടപ്പെട്ടത്. दूसरे दृष्टांत में 10 में से एक, ഏറ്റവും അവസാനത്തെ ഉപമയിൽ 2ൽ 1 നഷ്ടപ്പെട്ടത്. और आखिरी में 2 में 1 हो गया है। ഹല്ലേലൂയ. ഈ നഷ്ടപ്പെട്ടതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ, നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ലെവൽ ഒന്ന് നോക്കിയാൽ यदि वो जो खो गया उसका यदि हम നമുക്ക് ഏകദേശം എല്ലാം സെയിം ആണെന്ന് തോന്നിയേക്കാം. हमको सब कुछ ये सही लगेगा, പക്ഷെ ഏറ്റവും അവസാനത്തെ ഉപമയില് लेकिन सबसे आखिरी वाली ये जो मिसाल है, അദ്ദേഹത്തിനുള്ളതിലെ പകുതി നഷ്ടപ്പെട്ടേക്കുവാ. उसकी जिंदगी का आधा खो गया। ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഉപമയുടെ ഒരു കഥാസംഹാരം, और आज सुबह में आप लोगों से एक बात प्रभु के विषय से कहना चाहता हूँ। ഹല്ലേലൂയ. ഞാനും നീയും ഒരു നാളിൽ നഷ്ടപ്പെട്ടതായിരുന്നു. मैं और आप एक समय में खोए हुए थे। രണ്ടാമത്തെ ഉപമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിലും ആ വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്. सब चीजें उस घर से नष्ट हुआ है। 10ൽ 1 അവളുടെ കൂടെ ഉണ്ടായിരുന്നു. 10 में से एक उसके साथ था, ഹല്ലേലൂയ. ആ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. वो घर के अंदर ही खो गया था। ആ കഥ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഉപമ വെച്ചിട്ട് നമ്മളുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിയുമോ? उसके द्वारा अपने जीवन को जरा परख कर देखिए। നമ്മളെല്ലാ മീറ്റിംഗിലും വരുന്നുണ്ട്, हम सारी मीटिंग में आते हैं, നമ്മളെല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ്. हम सब बातों में आगे हैं, പക്ഷെ എവിടോ ഹല്ലേലൂയ കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഹല്ലേലൂയ നാം ഒന്ന് മാറി കിടക്കുകയാണ്. हम प्रभु के हालेलुया मंदिर में तो है, लेकिन प्रभु की नजर से दूर ഇന്ന് हैं। പ്രഭാതത്തിൽ നമ്മൾക്ക് ആദ്യം കേട്ട സന്ദേശത്തോട് ഒരുമിച്ച് ഈ ഒരു സന്ദേശം കൂടെ കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് എന്നിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ കർത്താവേ, ഞാൻ എല്ലാ കാര്യത്തിലും കർത്താവിന്റെ കൂടെ ഉണ്ട്, പക്ഷെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അകലെയാണ്. प्यार के लोग आज प्रभु से बोले, प्रभु जी मैं अपने आप को आज अर्पण करता हूँ, मैं आपके चरणों में तो रहता हूँ, लेकिन कई चीजों में आपकी नजर से दूर रहता हूँ। ആ സഹോദരി ചെയ്ത ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ കളഞ്ഞ ഒന്നിനെ നഷ്ടമാക്കി എന്ന് വിട്ട് കളയാതെ, ഹല്ലേലൂയ ഉപേക്ഷിച്ച് കളയാതെ, वो बहन ने क्या किया, जो एक खोया उसको नहीं छोड़ते हुए, ഹല്ലേലൂയ ആ സഹോദരി ആ ഭവനത്തിൽ ഹല്ലേലൂയ ഒരു ശുദ്ധീകരണം ഉണ്ടാക്കുവാനിടയായി. वो घर में उसने एक पवित्रता का काम किया, ആ ഭവനം മുഴുവൻ അടിച്ചു വരുവാനിടയായി. पूरा घर को साफ किया। ഹല്ലേലൂയ അവൾക്ക് കിട്ടിയത് ഹല്ലേലൂയ ആ സമയത്താണ് അവൾ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവാനിടയായത്. कभी उसको जो खोया कभी मिल गया है। ഹല്ലേലൂയ ആ സമയത്ത് അവൾ അവളുടെ സ്നേഹിതന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഹല്ലേലൂയ ഈ ഒരു കഥ പറഞ്ഞിട്ട് സന്തോഷിക്കുവാനിടയായി. कभी अपने सहेली को बुलाकर इसके बारे में आनंद करती है। ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമ ഹല്ലേലൂയ ഏറ്റവും അവസാനത്തെ ഉപമയാണ്. मैं आप लोगों से आखिरी जो प्रभु ने दृष्टांत का उसके द्वारा कहना चाहता हूँ। അപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന 2 മക്കളും बाप के साथ दोनों बच्चे थे, എല്ലാ സൗഭാഗ്യങ്ങളും അവന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ हालेलुया बाप ही कारण था दोनों के जीवन में सारे आशीर्वाद के लिए। അവൻ അല്പം ഹല്ലേലൂയ കർത്താവിൽ നിന്ന് അകലുന്നത് പോലെ അല്ലെങ്കിൽ ആ അപ്പനിൽ നിന്ന് അകലണം എന്നൊരു തോന്നലുണ്ടായി. लेकिन
आशीष आने के बाद बाप को भूलकर बाप से दूर चले गए। മുമ്പിൽ നമ്മൾ രണ്ട് വായിച്ച ഉപമയിൽ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് നഷ്ടത്തിന്റെ ബോധം ഉണ്ടായതെങ്കിൽ വിഷമം ഉണ്ടായെങ്കിൽ पहले दोनों मिसालों में जब खो गया उसके बाद उनको दुख हुआ, ഈ ഒരു ഉപമ നമ്മൾ പഠിക്കുമ്പോൾ और आखिरी मिसाल में वो देखते हैं നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ സാധ്യതകൾ തുടങ്ങിയപ്പോൾ മുതലേ അപ്പന്റെ ഉള്ളിൽ വെമ്പലാണ്. लेकिन जब उनको लगा कि ये आशीषों को लेकर मुझसे दूर चला जाएगा, നമ്മള് उससे परमेश्वर ने उसके बारे में चिंतित। വചനം അങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. അവൻ കുറെ നാളുകളായിട്ട് അപ്പനെ ഇറിറ്റേറ്റ് ചെയ്യണം, എന്റെ സമ്പത്തിന്റെ പകുതി ഷെയർ എനിക്ക് തന്നേരെ. वो बहुत दिन से अपने बाप के साथ वाद विवाद कर रहा था, मेरे आशीष का भाग मुझे दे दिया। കർത്താവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എല്ലാ നന്മകളും നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതിന് ശേഷം परमेश्वर से मिलने का सारे आशीष पाने के बाद കർത്താവിനെ വിട്ട് മാറിപ്പോയ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ ഉണ്ടെങ്കിൽ, और प्रभु को छोड़कर लिया, अगर प्रभु के चरणों को छोड़ के गया कोई व्यक्ति यहाँ पे बैठा है, तो നിങ്ങളെ ആഗ്രഹിച്ചു നിൽക്കുന്ന, നിങ്ങളെ കാണുവാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പന്റെ ഹല്ലേലൂയ, तुम्हें हालेलुया, तुम्हारी बात जोने वाली, तुम्हारे बारे में हालेलुया तड़पने वाले पिता का दिल, സ്നേഹത്തിന്റെ കഥയാണ് ഈ അവസാന ഉപമയിൽ കാണുന്നത്. वो प्रेम से वो आपकी बात जोता है। കുറെ അകലം വിട്ട് ഹല്ലേലൂയ ആ മകൻ നഷ്ടപ്പെട്ട യാത്രയായി. वो अपनी जिंदगी के कर्मों के द्वारा अपने पिता से बहुत दूर हो गया। അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സകല സമ്പത്തുകളും ഹല്ലേലൂയ തീർന്നുപോയി. वो जब पिता से घर से बाहर निकल गया, तभी हालेलुया वो शून्यता में पहुंच गया। ഏറ്റവും വൃത്തിശൂന്യമായ ഹല്ലേലൂയ ഭക്ഷണമാണ് ആ സമയത്ത് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. और सबसे अशुद्ध और दरिद्र अवस्था में पहुंच गया। ആ സമയത്താണ് അവൻ ആ അപ്പനെ കുറിച്ച്, അവന്റെ ഭവനത്തെ കുറിച്ച് ഓർക്കുന്നത്. तभी उसको याद आया कि मेरे को आशीष किस घर में मिला है। ആ സമയത്ത് അവനൊരു ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായി. तभी उसके अंदर उसका दिल उसको दोषी ठहरा। അവൻ ഓടി അവന്റെ അപ്പന്റെ അടുക്കിലേക്ക് വരാൻ തീരുമാനം. भागकर अपने पिता के पास लौट के आने के लिए उसने निश्चय किया। ഓടി അവന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഓടി വന്നു. बाप के सामने आ गया। അവൻ കഴിഞ്ഞ നാളുകളിൽ ആ അപ്പനിൽ നിന്ന് ഉണ്ടാക്കിയ വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും അപ്പൻ ചോദിക്കുന്നതായിട്ട് ആ ഒരു ഉപമയിൽ നമ്മൾ കാണുന്നില്ല. उसने बाप के घर में रहते समय जितना बाप के खिलाफ में बोला था, वो कुछ भी बात बाप ने चर्चा नहीं किया। 21ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 21वें आयत में देखते हैं, മകൻ അപ്പനോട് पुत्र ने उससे कहा, पिताजी, मैंने स्वर्ग के विरोध में और तेरी दृष्टि में पाप किया है, और अब इस योग्य नहीं रहा कि तेरा पुत्र कहलाऊं। മതി. മകൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. बुढ़ापे ने आके बाप से कहा, मैंने तेरे विरोध में स्वर्ग के विरोध में पाप किया। ഉടൻ തന്നെ ആ അപ്പൻ ഹല്ലേലൂയ അവന്റെ സമ്പത്തിൽ നിന്ന് ഏറ്റവും മേത്തരമായിട്ടുള്ള ഒരു ഫീസ്റ്റ് അവന് വേണ്ടി ഒരുക്കുവാനിടയായി. तभी पिता ने उसको गले से लगाया और उसके लिए एक जेवनार तैयार किया। എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ട ഒരു കഥ നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞിരിക്കാൻ मेरे ആഗ്രഹിക്കുന്നു. बचपन में मैंने सुना हुई कहानी में आपसे कहना चाहता हूँ। ഇതേ ഈ ഒരു ഉപമയോട് തുല്യം ചെല്ലുന്ന ഒരു കഥ. इसके साथ ही मिलते हुए कहानी है। ഒരു അപ്പന് ഒരു മകൻ ഇതുപോലെ കുറെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. बाप कहा एक बेटा था जो उसको बाप ने अच्छा पढ़ाया लिखा, उसके बाद उधर छोड़ के गया। കുറെ നാളുകളായി ആ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. कई दिनों से ले लिया, वो अपने घर नहीं आता है। അവന്റെ കയ്യിലുള്ള സമ്പത്തുകളെല്ലാം തീർന്നു. उसके हाथ का धन संपत्ति सब खत्म हो गया। അവൻ എന്നിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുവാൻ ഒരു ആഗ്രഹം തോന്നി. उसको घर वापस आने की इच्छा हुई, പക്ഷെ അവൻ വളരെ വിഷമമുണ്ടാക്കി, വളരെ വേദന ഉണ്ടാക്കിയിട്ടാണ് ഈ ഭവനത്തിൽ നിന്ന് കടന്നുപോയത്. लेकिन घर से जाते समय में घर वालों को बड़ा दुख दिया था। അവനോടത്ത് തിരിച്ച് മടങ്ങി ചെല്ലുമ്പോൾ ഒരു പക്ഷേ അപ്പൻ അവനെ കൈക്കൊണ്ടിരുന്ന് വരത്തില്ല. तभी उसने सोचा शायद मैं लौट के जाऊं तो मेरा बाप मुझे स्वीकार नहीं करेगा। അവൻ എന്ത് ചെയ്തു? വേഗത്തിൽ ഒരു കത്ത് അപ്പന്റെ ഭവനത്തിലേക്ക് എഴുതുവാനിടയായി. तभी उसने एक चिट्ठी अपने बाप को भेजा। അപ്പ ഞാൻ ഇങ്ങനെ നിന്നോട് പാപം ചെയ്തു, ഞാൻ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുകയാണ്. पिता, मैंने आपको बड़ा दुख दिया, मैं लौट जाना चाहता हूं। എന്നെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ यदि आप मुझे स्वीकार करोगे तो നമ്മുടെ ഭവനത്തിന്റെ മുമ്പിൽ हमारे घर के सामने ഒരു വൈറ്റ് കൊടി നാട്ടണം. लिए हमें आपके घर के सामने एक सफेद झंडा लगाना। ആ വഴി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് मैं जब उसके सामने से जाऊंगा, ഈ കൊടി കണ്ടാൽ यदि ये झंडे को देखूंगा, ഹല്ലേലൂയ, നിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരും. मैं फिर उस घर में लौट के आ जाऊंगा। കൊടി കാണാത്ത പക്ഷം यदि झंडा ना दिखे, ഇനി മേലെ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരികയില്ല. फिर उस रास्ते नहीं जाऊंगा। ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹത്തോടെ ആ ഒരു നഗരത്തിലേക്ക് എത്തുവാനിടയായി. वो हालेलुया वापस अपने बाप के घर में आने की इच्छा से उसका लिए गांव में आ गया। അവൻ പ്രതീക്ഷിച്ചതിനൊക്കെ വിപരീതമായി उसके सोचने से बढ़कर അവൻ അവന്റെ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ जब वो अपने गांव में प्रवेश किया, ആ ഗ്രാമം മുഴുവൻ വെള്ളക്കൊടികൾ കൊണ്ട് അലങ്കരിച്ച, और पूरा गांव सफेद झंडा लगा, അവന്റെ ഭവനം മുഴുവൻ വെള്ളക്കൊടികൾ കൊണ്ട് അലങ്കരിച്ച उसके घर के चारों ओर सफेद ही सफेद झंडे लगे। ഒരു കാഴ്ച അവൻ കാണുവാനിടയായി. उसने देखा कि पूरे गांव को सफेद झंडे से आभूषित किया। അവന്റെ ഉള്ളിൽ ഒരേ സമയം സന്തോഷവും ഒരേ സമയം ഭയങ്കരമായിട്ടുള്ള ഡൗട്ടും തോന്നി.
हालेलुया उसको तभी हालेलुया उसके दिल में बहुत बड़ा खुशी आया और संदेह भी आया। അവൻ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പനോട് ചോദിച്ചു, ഞാൻ ഒരു കൊടിയല്ലേ അപ്പ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ? उसने बाप को आके बोला, मैंने तुझे एक झंडा लगाने बोला था। എന്നാൽ ഈ ഗ്രാമം മുഴുവൻ ഈ വെള്ളക്കൊടി കൊണ്ട് എന്തിനാണ് നീ അലങ്കരിച്ചത്? मैंने पूरे गांव में इतना सफेद झंडा क्यों लगाया? അപ്പൻ അവനോട് ചേർത്ത് പിടിച്ചിട്ട് അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്. बाप ने उसको छाती से लगा के एक बात बोला, മോനെ നീ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് जब तू यहाँ से जाएगा, നീ ഒരു കൊടി നിന്റെ കണ്ണിൽ കണ്ടില്ലെങ്കിൽ यदि तू एक झंडा तेरे नजर में ना पड़े, എനിക്ക് നിന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. मैं तुझे हर समय के लिए खो जाऊंगा। ഒരിക്കലും നീ കാണാതെ പോവരുത്. ഹല്ലേലൂയ, ഞാൻ നിന്നെ അംഗീകരിക്കും എന്നുള്ള കാര്യം. तभी कभी भी तो तेरे नजर से ये सफेद झंडा हालेलुया ये छुपना नहीं चाहिए, इसलिए ഹല്ലേലൂയ, ഞാൻ ഇത് നമ്മുടെ വചനവുമായിട്ടൊന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. मैं इस वचन के साथ मिलकर आपसे बात कहना चाहता हूँ। ഹല്ലേലൂയ, ആരും നൽകാത്ത ഒരു സ്നേഹം നൽകി നമ്മളെ വീണ്ടെടുത്ത ഒരു കർത്താവിന്റെ സ്നേഹമാണ് ഈ ഭൂമിയിലൂടെ വിളിച്ചു പറയാൻ प्यारे ആഗ്രഹിക്കുന്നത്. लोगों, इस दुनिया में हमसे कोई भी नहीं करते हुए प्रेम प्रभु यीशु मसीह ने हमसे किया। ഹല്ലേലൂയ, ആരും നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകാത്ത, जब कोई हमारे लिए मरने के लिए तैयार नहीं था, ഇനി മേലാൽ ഇതിന് പകരം വില വെക്കുവാൻ കഴിയാത്ത മാന്യമായ ഒരു വിലയാണെന്ന് എനിക്ക് നിനക്കും കർത്താവ് लेकिन हम നൽകിയത്. कभी सपने भी में नहीं सोच सकते हुए बहुत बड़ा कीमत यीशु मसीह ने मेरे और आपके लिए चुका। കാൽവരിയുടെ മലമുകളിൽ ഹല്ലേലൂയ ഓരോ അടിയേറ്റപ്പോഴും जब कालवरी सलीब की ओर जाते समय में उसको पीड़ा दिया जाता, അത്ഭുതങ്ങൾ കാട്ടി അടയാളങ്ങൾ കാട്ടി അവിടെ തന്നെ കർത്താവിനെ രക്ഷപ്പെടാമായിരുന്നു. अद्भुत दिखा के प्रभु वहां से निकल सकता था। ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ മുഖത്തെ ഓർത്ത് ഹല്ലേലൂയ മേലാൽ ആരും നൽകാത്ത തന്റെ ജീവൻ തന്നെ നൽകി നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. इस दुनिया में हमें कोई नहीं देते हुए अपना प्यार जीवन देके प्रभु ने हमसे प्यार किया। നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? कितने लोग खुश हैं? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ആരും നൽകാത്ത സ്നേഹം നൽകി നമ്മളെ വീണ്ടെടുത്ത ഒരു അരുമനാഥനെയല്ല ഇന്ന് രാത്രിയിൽ ഉയർത്തുന്നത്. ഹല്ലേലൂയ, दुनिया में कोई भी हमसे नहीं देते प्रेम प्रभु यीशु मसीह ने हमसे दिखाया। നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഇരു കരങ്ങളും കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. यदि हो सकता है अपने दोनों हाथों को स्वर की ओर उठाएं। നിങ്ങൾക്ക് നന്ദി പറയാമോ? प्रभु ने आपके ऊपर दर्शाए प्रेम के लिए प्रभु को धन्यवाद है। കർത്താവിനെ അപ്പായേ എന്ന് ചേർത്ത് വിളിക്കാമോ? हल्ले उसको हल्ले दिल के गहरे से एक पिता करके बुलाए, അപ്പായേ, हे प्रभु। ആരും നൽകാത്ത സ്നേഹം നൽകി എന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ മഹാദേവിക്ക് നന്ദി പറയുകയാണ്. और कोई भी नहीं दिखाया प्रेम तूने मुझे दिखाया, इसलिए मैं पिता आपको धन्यवाद देता हूं। യേശുവപ്പ, ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ശാശ്വതമല്ല. हे यीशु प्रभु, इस दुनिया में मिलते हुए सब चीजें तात्कालिक हैं। ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതൊന്നും ഹല്ലേലൂയ നാളെ ഞങ്ങളുടെ കൂടെ നിലനിൽക്കത്തില്ല. प्रभु इस दुनिया में जो कुछ कमाते हैं कुछ भी चाले लिया सार्वकालिक नहीं है। ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ प्रभु का कलाम में से कहता है, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് वो तुम्हारा हालेलुया जो हालेलुया ये तुमने जो मोल दिया गया है, ഹല്ലേലൂയ അഴിഞ്ഞു പോന്ന सोना चांदी होते हुए हालेलुया नाशवान वस्तुओं से नहीं, വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. अपने एकलौते पुत्र यीशु के नाम से मुझे और आपको उसने मोल दिया। ഹല്ലേലൂയ, മകനായി മകളായി വിളിക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ लोग अपने സ്തോത്രം पदवी ചെയ്യുന്നു. के बारे में जरा सोचे, सर्वशक्तिमान परमेश्वर के बच्चे कहलाने के लिए उन्होंने योग्य जाना। അപ്പായ, അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഹല്ലേലൂയ മുട്ടുമടക്കുകയാണ്. वो प्रभु से बोलो, प्रभु जी तेरे प्रेम के सामने हम अपने घुटनों को टिकाते हैं। അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുവാൻ ഇടയാവാതെ आपका प्रेम हमारे नजर से दूर न हो जाए। ഞങ്ങൾക്ക് വേണ്ടി ആരും നൽകാത്ത സ്നേഹം നൽകി हमें कोई दुनिया में नहीं दिखाते प्रेम दिखाकर ഹല്ലേലൂയ ഞങ്ങളെ ചേർത്ത് പിടിച്ച അരുമനാഥനായ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. हमें आज लिए छुड़ाए हुए प्रभु हम आपको धन्यवाद देते हैं। ഹല്ലേലൂയ, കർത്താവേ, അങ്ങേ ഞങ്ങൾ വേദനിപ്പിച്ച അവസ്ഥകൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇന്ന് പകൽ ഞങ്ങൾ ക്ഷമയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുകയാണ്. प्रभु जी अपने आप की इच्छा के विरोध में आपको दुख दिया हुआ सब बातों को स्मरण करके हम पश्चाताप करते हैं। ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റു പറയാത്ത എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, हमारे जीवन में हमने कबूल नहीं किया हुआ कोई भी बात है तो പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ഏതെങ്കിലും पवित्र അവസ്ഥകളുണ്ടെങ്കിൽ, आत्मा आपको दुखित किया हुआ जो भी बात है, പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. हे पिता तू हमें माफ कर। നമ്മൾ ആദ്യ സന്ദേശത്തിൽ കേട്ടതുപോലെ जैसे हमने पहले सुना, നമ്മുടെ സഹോദരനോട് നമ്മൾ ക്ഷമിക്കാത്ത ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ, वो ये दूसरों को माफ नहीं कर पाते हुए कोई बात हमारे जीवन में है तो നമ്മുടെ സഹോദരനോട് മിണ്ടാത്ത ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ, किससे बातचीत करने के लिए हमारा हालेलुया ईगो में रोकता है तो നമ്മുടെ സഹോദരനെ മാറ്റി നിർത്തിയ ഏതെങ്കിലും അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, हालेलुया हमारा कोई भी स्वार्थ जिसे हालेलुया दूसरों को माफ नहीं कर पाते हैं। നമ്മുടെ ദൈവസഭയ്ക്ക് എതിരായി സംസാരിച്ച എന്തെങ്കിലും അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ परमेश्वर का देह होते हुए कलीसिया के विरोध में यदि हमने बात किया है, ദൈവദാസന്മാർക്കെതിരെ ഹല്ലേലൂയ എന്തെങ്കിലും നുണപ്രചാരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, प्रभु के दासों के विरोध में यदि कोई झूठ बोला है, പരിശുദ്ധാത്മാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, पवित्र आत्मा को शोकित करते हुए कुछ भी बोला है तो ഇന്ന് പ്രഭാതത്തിൽ അത് ഏറ്റു പറഞ്ഞു और ഉപേക്ഷിക്കേണ്ടതാണ്. प्रभु के चरणों में मुंह के बल गिर जाए और उनसे माफी मांगे।
ഹല്ലേലൂയ. സ്നേഹത്തിന് പകരം വെക്കുവാൻ ആരുമില്ല. यीशु के प्रेम के बदले में कोई इस दुनिया में कुछ नहीं दे सकता. ഓ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ പ്രേമമേ അങ്ങേ മാറി ചാരുമയ. ജീവനേ പ്രേമമേ അങ്ങേ മാറി ചാരുമയ. സ്വർഗത്തിലെ हाथों के सर पर उठा दो. രാത്രി കേരളത്തിലേക്ക് കടന്നുപോവുകയാണ്. प्रभु की इच्छा हो तो आज रात को केरला को जाना चाहते हैं. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. आप लोग स्मरण करके प्रार्थना करें. ഞങ്ങളെ അവിടെ റിസീവ് ചെയ്യാൻ ആരുമില്ല. हमें रिसीव करने के लिए कोई नहीं. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. लेकिन प्रभु की उपस्थिति हमारे जीवन में हमारे साथ है. प्रभु को धन्यवाद. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. कुछ काम करने के लिए इच्छा के साथ हमारे ആ വിഷയങ്ങളൊക്കെ വളരെ നന്നായി പൂർത്തീകരിക്കേണ്ടതിനായിട്ട് वो सब बातें हालेलुया प्रभु की इच्छा के अनुसार पूरा करने के लिए നിങ്ങളുടെ ശ്രദ്ധേയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം आप सब लोग की प्रार्थना मांगते बैठे.